സൗകര്യമില്ലടൂ. താൻ കുറെ നേരമല്ല ചൊറിയാൻ തുടങ്ങിയിട്ട്. ഇടി മറിഞ്ഞു ഇങ്ങനെ വെറുതെ എന്റെ അച്ഛന് പെക്കട്ട് വരുന്നുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. മെക്കട്ടേ നീ ആണാണെങ്കിലേ ഒരു കൊച്ചുകളെ കാണിച്ചു കൊടുക്കടാ. മാറി മോനെ, പലരുടെയും ചോദ്യം കേട്ട് മടുത്തു. മോടെ കല്യാണം കെട്ടി ഇത്രയും നാളായി, കുട്ടികളൊന്നും ഇല്ലെന്ന്. നീ നിൻ്റെ വാശി കളഞ്ഞിട്ട് നിങ്ങൾ രണ്ടുകൂടെ പോയി ചെക്ക് ചെയ്തുകൂടെ? എത്രയോ വർഷം കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളുണ്ടാവുന്നു. നീ നിൻ്റെ വാശി കളഞ്ഞിട്ട് രണ്ടുകൂടെ ഒന്ന് പോകും. ഇടി നിന്റെ അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറ. എന്റെ വീട്ടിൽ കയറുന്ന എന്റെ ആണപ്പം ചോദിച്ചിരുന്നോ? നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മക്കളില്ലാത്ത കുറെ എണ്ണങ്ങൾ. ആ പാരമ്പര്യമായിരിക്കും ഇവക്കും. ഞാനേ നിന്റെ ആണത്തത്തെ ചോദ്യം ചെയ്യാൻ വന്നതല്ല. എൻ്റെ മോക്കൊരു കുഞ്ഞുണ്ടായി കാണുന്ന എൻ്റെ ആഗ്രഹമാണ്. എനിക്കൊരു മുത്തച്ഛനാണോ എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ ചോദിച്ചു നോക്ക്, നിന്റെ അച്ഛനും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കടാ. അതുകൊണ്ട് നീ വാശി കണ്ടിട്ട് രണ്ടുപേരും പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്താൽ പറ്റത്തുള്ളൂ. എനിക്ക് സൗകര്യമില്ല. സൗകര്യമില്ലടൂ. താൻ കുറെ നേരം ചരക്കാൻ തുടങ്ങിയിട്ട്. ഇടി മറിഞ്ഞു മിണ്ടായിരിക്കവിടെ. നീ സംസാരിക്കുന്നതാണോന്ന് അറിയാമോ? നിന്റെ ഭാര്യയുടെ അച്ഛനോടാ. ഒന്നുമല്ലെങ്കിലേ എൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനല്ലയോ? ആ ബഹുമാനമെങ്കിലും നിനക്ക് വേണ്ടായോ? നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാ നിനക്ക് ഗതി പിടിക്കാത്തത്. അച്ഛൻ കേട്ടോടിക്കല്ലേ പറയുന്നത്? എത്ര പറഞ്ഞാ കേട്ടോടിക്കുന്നത്? എന്റെ അച്ഛൻ പറഞ്ഞത് എന്താ തെറ്റ്? നാട്ടുകാർ മൊത്തം ചോദിച്ചോണ്ടിരിക്കുക. എനിക്ക് നാണക്കേടുണ്ട്. എനിക്കൊരു അമ്മയാണോ എന്ന് ആഗ്രഹമുണ്ട്. എന്നെ വിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തുമില്ല, ചേട്ടനോട്ട് വരുത്തുമില്ല. വെറുതെ എന്റെ അച്ഛനെ മെക്കെട്ട് കയറരുത്, എന്റെ സ്വഭാവം മാറും. മെക്കെട്ട് കയറി നിന്നേടി. നിന്റെ കൈയുടെ തല ഒഴിക്കും. നീ ആണാണെങ്കിലേ ഒരു കൊച്ചുകളെ കാണിച്ചു കൊടുക്കണം. നാളെ പോയി ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിൽ പോവാം. മോളെ, നീ പോവാന്നു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? അച്ഛനോടെ ഞാൻ സംസാരിച്ചോളാം. അല്ല അച്ഛാ, എനിക്ക് പോകണം. എന്നെ പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല, പക്ഷെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല അച്ഛാ. ഞാൻ പോവാം. മോളെവിടെ പോയതാ? ചേട്ടൻ്റെ ഒരു ബന്ധുണ്ട് ഇവിടെ, കാണാൻ പോയതായിരുന്നു. അച്ഛൻ എവിടെ പോയതാ? ഞാൻ എൻ്റെ ഒരു സുഹൃത്തപ്പുറത്ത് താമസമുണ്ട്, പുള്ളിക്കാരനെ കാണാൻ പോയത്. ഈ കുഞ്ഞ് എൻ്റെ അച്ഛാ, 1.5 വയസ്സായവന്. ഹസ്ബൻഡോ? ബാങ്ക് മാനേജറാ. എൻ്റെ മോൻ കാണിച്ച ഒരു ബുദ്ധിമോശം. മോള് പോയതിന് ശേഷം വീട് ഉറങ്ങിപ്പോയി. ശരി മോളെ, ശരി.